ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നൊബൈൽ പ്രൈസ് 2025 കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനായിട്ടാണ്. നൊബൈൽ പ്രൈസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ഒരു 3 മിനിറ്റിൽ സംസാരിക്കുന്നതായിരിക്കും. ശേഷം 2025 നൊബൈൽ പ്രൈസുകൾ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളതും എന്തിനു ലഭിച്ചു എന്നുള്ളതും നോക്കൂ. ഹൂ എന്നുള്ള കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ വാട്ട്, എന്തിന് എന്നുള്ള കാര്യവും എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നൊബൈൽ പ്രൈസ് 2025 ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആർക്ക് ലഭിച്ചു, എന്തിന് ലഭിച്ചു, ഈ 2 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയുന്നത്? നോക്കൂ, സിമ്പിളായിട്ട് PSC ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ശൈലി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് PSC സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ എന്ത് ചോദിക്കുന്നുണ്ട്, നൊബൈൽ പ്രൈസുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി എന്ത് പരീക്ഷണത്തിനാണ്, എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ എന്ത് തിയറിക്കാണ് ഈ നൊബൈൽ പ്രൈസ് ലഭിച്ചത് എന്ന്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മെഡിസിൻ, ഈ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് എന്തിന് ലഭിച്ചു എന്ന് അറിയുന്നുണ്ടോ എന്ന് പ്രത്യേകം അവർ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി വളരെ കൃത്യമായി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുകൂടി ചെയ്യുന്നുണ്ട്, വീഡിയോയുടെ അവസാനം കുറച്ച് മോഡൽ ചോദ്യങ്ങൾ കൂടി തരുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് കൃത്യമായി PSCയുടെ അതേ മോഡലിൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കൂടി സാധിക്കണമെന്ന് വെച്ചിട്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം അല്ലേ? ആദ്യത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. നോക്കൂ, എന്തിനാണ് നൊബൈൽ പ്രൈസ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഫോർ ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ടു ഹ്യൂമൻ കൈൻഡ്. എന്താണ്? ഫോർ ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ടു ഹ്യൂമൻ കൈൻഡ്. മനുഷ്യരാശിക്ക് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആരോ ആ ആൾക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 1901 മുതലാണ് ഈ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. ആരുടെ പേരിലാണ് നമുക്കറിയാം, ആൽഫ്രഡ് നൊബൈൽ. ആൽഫ്രഡ് നൊബൈൽ എന്ന് പറയുന്ന ആ വ്യക്തി എന്തുകൊണ്ടാണ് ആൽഫ്രഡ് നൊബൈലിൻ്റെ പേരിൽ ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്? നോക്കൂ, ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ അവാർഡ് കൊടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 10 ഈ ഡിസംബർ 10 എന്ന് പറയുന്ന ദിവസമാണ് ആൽഫ്രഡ് നൊബൈലിൻ്റെ ചരമദിനം. അദ്ദേഹം മരിച്ച ദിവസമാണ് ഡിസംബർ 10. ഇനി ആൽഫ്രഡ് നൊബൈലിന് അദ്ദേഹം ഒരു വലിയൊരു നൊബൈൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയൊരു ഫാമിലി ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഡൈനാമൈറ്റ് ആയിരുന്നു. എന്തായിരുന്നു? ഡൈനാമൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഡൈനാമൈറ്റ് പിന്നീട് നമുക്കറിയാലോ ഉപയോഗപ്പെടുത്തുന്ന ഏത് രീതിയിലാണ്, എക്സ്പ്ലോഷൻസിന് വേണ്ടിയിട്ട്, പൊട്ടിത്തെറിക്കാൻ ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ മരണത്തിനും കുറച്ച് വർഷം മുമ്പ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 1896 മറ്റാണ് ഇദ്ദേഹം മരണപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ വായിച്ചൊരു ഓർമ്മയിൽ പറയുകയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ ഒരു വർഷമാണ് എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ചൊരു ഓർമ്മ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 1896 മറ്റോ ഇദ്ദേഹം മരിച്ചു. ഇതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതെനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ടുള്ള വർഷം, ഇദ്ദേഹത്തിൻ്റെ ഇതൊരു കഥയാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല എന്നും പറയുന്നുണ്ട്. ഒരു കഥയാണെന്നും പലതും പല രീതിയിൽ പറയുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെടുകയാണത്രേ. സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഒരു പത്രം തെറ്റിദ്ധരിച്ചു ഇത് മരിച്ചത് ആൽഫ്രഡ് നൊബൈലാണെന്ന്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്തയെക്കുറിച്ച് അതിൻ്റെ ഹെഡിങ് എന്തായിരുന്നു അറിയോ? മരണത്തിൻ്റെ വ്യാപാരി, മെർച്ചൻ്റ് ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. ഇതാണ് മെർച്ചൻ്റ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ വ്യാപാരിയായിരുന്ന വ്യാപാരിയായ ആൽഫ്രഡ് നൊബൈൽ മരണപ്പെട്ടു എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ്. ഇത് ഇദ്ദേഹത്തെ വല്ലാണ്ട് പിടിച്ച് എന്ത് ചെയ്തു, ഉലച്ചു മനസ്സിനെന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ ലെഗസി, താൻ അറിയപ്പെടാൻ പോകുന്നത് ഈ രീതിയിലാണോ എന്ന് എന്ത് ചെയ്തു, അദ്ദേഹം ഭയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്വത്ത്, ഇദ്ദേഹം ജനിച്ചു വീണതും അദ്ദേഹം ഈ രീതിയിൽ പല പല കണ്ടുപിടുത്തങ്ങൾ, അദ്ദേഹം പേറ്റന്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹം ഹി വാസ് വെരി റിച്ച്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തൻ്റെ ഈ സ്വത്ത് മുഴുവൻ, സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം എഴുതി വെക്കുകയാണ് ഒരു അവാർഡുകൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ചില പ്രധാനപ്പെട്ട എന്തിന്, ഈ രീതിയിൽ മനുഷ്യൻ അല്ലെ, ഫോർ ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ടു ഹ്യൂമൻ കൈൻഡ്, മനുഷ്യരാശിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡിന് വേണ്ടി തൻ്റെ ഈ സ്വത്തെല്ലാം എഴുതി വെക്കുകയാണ്. ഇതാണ് ഈ സ്വത്തിൻ്റെ അതിൻ്റെ പലിശ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വലിയ തുക, നൊബേലിൻ്റെ വലിയൊരു തുക എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് ഇതിൽ നിന്ന് എല്ലാം കൂടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ?
ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അതായത് മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇനീഷ്യലി എന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ആൽഫ്രഡ് നൊബേലിൻ്റെ പേരിലുള്ള നൊബേൽ പ്രൈസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 1968 ഈ കാലഘട്ടം വന്നപ്പോൾ, അതായത് 1950 കഴിഞ്ഞ് 60 സമയമായപ്പോൾ അതായത് ലോകത്തിൽ പല യുദ്ധങ്ങൾ, വേൾഡ് വാർ കഴിഞ്ഞ സമയമാണ് അല്ലെ. പല ഡെവലപ്പിംഗ്, ഇന്ത്യ പോലെയുള്ള ഒരുപാട് വലിയ, ചൈന പോലെയുള്ള സ്റ്റേറ്റുകളൊക്കെ സ്വാതന്ത്ര്യം നേടുകയും ഗ്രോത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന സമയമാണ്. ഈ സമയത്ത് എക്കണോമിക്സിൻ്റെ പ്രാധാന്യം വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1968 മുതൽ സ്വെറിക്സ് റിക്സ് ബാങ്ക് എന്ന് പറയും, അതായത് സ്വീഡൻ്റെ സെൻട്രൽ ബാങ്കാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വീഡൻ്റെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുകയാണ്? ഈ രീതിയിൽ ഒരു എക്കണോമിക്സിന് കൂടി എന്ത് ചെയ്യാണ്? ഒരു അവാർഡ് കൊടുക്കാമെന്നും തീരുമാനിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ രീതിയിലാണ് നിലവിൽ എന്തുള്ളത്? അവാർഡുകളുടെ സ്ഥിതിയുള്ളത് എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നൊബേൽ ഫോർ എക്കണോമിക്സ് ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ ആലോചിക്കാൻ ശ്രദ്ധിക്കും. മനസ്സിലാവുണ്ടോ? നൊബേൽ ഫോർ എക്കണോമിക്സ് ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ആരാണ്? സ്വീഡൻ്റെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള സ്വെറിക്സ് റിക്സ് ബാങ്ക് എന്ന് പറയും. മനസ്സിലാവും? സ്വെറിക്സ് റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇൻ ദ മെമ്മറി ഓഫ് ആൽഫ്രഡ് നൊബേൽ, അങ്ങനെയാണ് ഇതിനെ പറയാറുള്ളത്. ഓക്കെ, ഈ കാര്യം പ്രത്യേകം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? പരമാവധി 3 പേർക്ക് നൊബേൽ സമ്മാനം ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പരമാവധി 3 പേർക്ക് നൊബേൽ സമ്മാനം ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദർ ഈസ് നോ പോസ്റ്റ്യൂമസ് അവാർഡ്, അതായത് മരണപ്പെട്ട് കഴിഞ്ഞ ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ല. ഇത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു അവർ ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ പരിഗണിക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാത്മാഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടോ നൊബേൽ പീസ് പ്രൈസ്? ലോകം മുഴുവൻ അഹിംസ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ആദ്യം ഉദാഹരണമായി എടുക്കുന്ന ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ് കാരണം? അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിനെ പരിഗണിക്കാം. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് കൊടുക്കാമായിരുന്നു, അത് കൊടുത്തിട്ടില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും ആളുകൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുകൂടി ആലോചിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1901 മുതൽ എന്ത് ചെയ്യുന്നു? നൊബേൽ പ്രൈസുകൾ കൊടുക്കുന്നുണ്ട്. മാക്സിമം 3 പേർക്ക്. ഇനി നോക്കൂ, ചില ഓർഗനൈസേഷൻസിന് കൊടുക്കും കേട്ടോ, അത് വിഷയമല്ല. ഓക്കെ, ചില ഓർഗനൈസേഷൻസിന് ചിലപ്പോൾ എന്ത് ചെയ്യും? അവാർഡ് കൊടുക്കും. അവിടെ ഇതിൽ 3-ൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്ന ലോജിക്ക് ഇല്ല. മനസ്സിലാവുണ്ടോ? 3 എന്താണ്? ഇൻഡിവിജ്വൽസിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് 3 പേർക്ക് കൊടുക്കുള്ളൂ. പലപ്പോഴും നൊബേൽ പീസ് പ്രൈസ് ഒക്കെ പല ഓർഗനൈസേഷൻസിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഈ കാര്യം ഓർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്? പറഞ്ഞതാണ്. ഇതെന്ത് ചെയ്യുക? മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ശ്രമിക്കാം. ഫസ്റ്റ് പോയിന്റിലേക്ക് പോട്ടെ. ഫസ്റ്റ് പോയിന്റ്, ആരാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹൂ സെലക്ട് ദ പീപ്പിൾ അല്ലേ. നോക്കൂ, കെമിസ്ട്രി, ഫിസിക്സ്, എക്കണോമിക്സ്, ഈ 3 അവാർഡുകളും റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ഇനി ഫിസിയോളജി ആൻഡ് മെഡിസിൻ, ഇതിൻ്റെ അവാർഡ് തിരഞ്ഞെടുക്കുന്നത് നൊബേൽ അസംബ്ലി എവിടെയാണ്? കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തിരഞ്ഞെടുക്കുന്നത്. ലിറ്ററേച്ചറിന് ഉള്ളതോ സ്വീഡിഷ് അക്കാഡമി തിരഞ്ഞെടുക്കുന്നു. പീസിനുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത് നോർവേജിയൻ നൊബേൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നു. ഇത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഇനി സപ്പോസ് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ്, ആരാണ്? കാരണം ഇങ്ങനെ പല ഇതിന് ഓരോന്നിനും ഓരോ കമ്മിറ്റികളൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവരാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കത് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കണം. സോ ആരാണ് ഈ ഓരോരോ വിഭാഗങ്ങളിൽ നിന്നുള്ള നമ്മൾ അവാർഡുകൾക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എവിടേക്ക് കിടക്കാം? നമുക്ക് കൃത്യമായിട്ട് ഓരോരോ 2025 അവാർഡുകളിലേക്ക് കടക്കാം. ഇനി ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഒരിക്കലും മറക്കാതിരിക്കുക. ഡിസംബർ 10 ആൽഫ്രഡ് നൊബേലിന്റെ ചരമദിനത്തിലാണ് അവാർഡ് സമർപ്പിക്കപ്പെടുന്നത്. 2 ഇടങ്ങളിലായിട്ടാണ് നടക്കാറുള്ളത്. അതായത് ഓസ്ലോ, എവിടെയാണ്? നോർവേ, ഇവിടെയാണ് പീസ് പ്രൈസ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ബാക്കി എല്ലാം കൊടുക്കുന്നത് എവിടെയാണ്? സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ്. എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. സ്റ്റോക്ക്ഹോം എവിടെയാ? സ്വീഡനിൽ വെച്ചിട്ടാണ് ബാക്കി എല്ലാ അവാർഡുകളും കൊടുക്കുന്നത്. നൊബേൽ പീസ് പ്രൈസ് മാത്രം കൊടുക്കുന്നത് നോർവേയിലെ ഓസ്ലോയിൽ വെച്ചിട്ട് ആണ്.
ഇതും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ, ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കിയാലോ അവാർഡുകളുടെ. 2025 നൊബേൽ അവാർഡുകൾ. ആദ്യം നമുക്ക് ഫിസിക്സിലെ അവാർഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഫിസിക്സിലെ അവാർഡിന്റെ പ്രത്യേകത? ദ നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് 2025. നോക്കൂ, 3 പേരാണ് ഈ അവാർഡ് ഷെയർ ചെയ്തിരിക്കുന്നത്. ജോൺ ക്ലർക്ക്, മൈക്കേൽ എച്ച് ഡെബോററ്റ്, ജോൺ എം മാർട്ടിനിസ്. ഇവർ 3 പേരാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇവരിത് ഷെയർ ചെയ്തിരിക്കുന്നത്? നോക്കൂ, ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് quantum mechanical tunneling and energy quantization in electric circuit. നോക്കൂ, കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും എനിക്ക് പഠിപ്പിക്കാറില്ല. അത് വളരെ ആളുകൾ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ എന്ത് ചെയ്യാം, ഞാൻ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് ഞാൻ നിങ്ങളോട് ശ്രമിക്കാം. നോക്കൂ, ഇപ്പോൾ നമ്മൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയും അല്ലേ. എന്താണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയും? ക്വാണ്ടം ഫിസിക്സ് അടിസ്ഥാനപരമായിട്ട് വർക്ക് ചെയ്യുന്നത് മൈക്രോ ലെവലിലാണ്. ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് മൈക്രോ എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായ തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ ചെയ്ത ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അതിനെ മാക്രോ തലത്തിലേക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ആപ്ലിക്കേഷനിൽ അതിനെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇതാണ് ഒന്നാമത്തെ ഇവർ ചെയ്ത വലിയ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മൈക്രോ തലത്തിൽ മാത്രം എന്താ പറയുക, നമുക്ക് നിരീക്ഷിക്കാനും ചെയ്യാനും പറ്റുമായിരുന്ന ക്വാണ്ടം എന്താ പറയുക മെക്കാനിക്സ്, അല്ലെങ്കിൽ ക്വാണ്ടം ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുഴുവൻ പറഞ്ഞു തരണമെങ്കിൽ ക്വാണ്ടം ടണലിങ്ങിനെ കുറിച്ച്, അതുപോലെ തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ഫെർമിയോൺസും ബോസോൺസും ഒക്കെ ഉൾപ്പെടെയുള്ളത്, പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞ ഈ ഭാഗമില്ലേ, ഇതിൻ്റെ എന്തുകൊണ്ട് ഇലക്ട്രിക് സർക്യൂട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയെ കുറിച്ചും ഒക്കെ പറയേണ്ടി വരും. കാരണം സൂപ്പർ കണ്ടക്ടിവിറ്റി നിലനിൽക്കുന്ന ആ തരത്തിലുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, സൂപ്പർ കണ്ടക്ടിവിറ്റി നിലനിൽക്കുന്ന 2 എന്താ പറയുക ഇടങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻസുലേറ്റർ വെക്കുക എന്ന് വിചാരിക്കൂ. എന്നാലും ഇങ്ങനെ പെയർഡ് ആയിട്ടുള്ള ചില എന്താ പറയുക ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടെ ശരിക്കും ഇൻസുലേറ്റർ ഇവിടെ നടുക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും പോകരുത് അല്ലേ. പക്ഷെ എന്ത് ചെയ്യും, ഈ രീതിയിൽ എന്ത് ചെയ്യും, ഒരു ക്വാണ്ടം ടണലിംഗ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കടന്നു പോവും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ക്വാണ്ടം ടണലിങ്ങിനെ പോലെ ഇതുപോലത്തെ എന്താ പറയുക ഈ സൂപ്പർ കണ്ടക്ടിവിറ്റികൾ, അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഒട്ടും തന്നെ റെസിസ്റ്റൻസ് ഇല്ലാണ്ട് വളരെ ഫാസ്റ്റായി ഒരു റെസിസ്റ്റൻസും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുകയാണ്, കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നതിനെയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ തലത്തിലേക്ക് ഇതിനെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞ അതുപോലെ ഒരു ക്വാണ്ടം ടണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സെർട്ടൈൻ എനർജി ഉണ്ടെങ്കിൽ മാത്രം എന്താണ് കടക്കാൻ പറ്റുന്ന, കടന്നു പോകാൻ പറ്റുന്ന ചില എന്താ പറയുക ചില തടസ്സങ്ങളെ ആ എനർജി ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കൂ. പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ആളെ കാണാണ്ട് ഇവിടുന്ന് പെട്ടെന്ന് കണ്ടു വിചാരിക്കും നിങ്ങൾ. നമ്മൾ ഈ കുമ്പിടി ഇവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്നൊക്കെ പറയും. ഞാൻ ജസ്റ്റ് വളരെ ക്രൂഡായിട്ട് പറയുകയാണ്. ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും എന്നെ. പക്ഷെ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ ഒരു എന്താ പറയുക സയൻസ് ഫോർ മാസസ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ അദ്ദേഹം വളരെ ഭയങ്കര മനോഹരമായിട്ട് അദ്ദേഹം പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു പന്ത് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വിടുകയാണെന്ന് വിചാരിക്കും. എന്ത് ചെയ്യണം, ഒരു സെർട്ടൺ എനർജിയിൽ വിട്ടാലേ എന്ത് ചെയ്യുള്ളൂ, ഇതിങ്ങനെ കടന്ന് ഇപ്പുറത്തേക്ക് വരുള്ളൂ അല്ലേ. പക്ഷെ ക്വാണ്ടം ടണലിംഗ് ജസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുക, ഒരു പന്ത് വളരെ പതുക്കെ ഉരുട്ടി വിടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇത് എങ്ങനെയോ ഇങ്ങനെ ഈ ഭാഗം തുറന്ന് ഇപ്പുറത്തെത്തുന്നു വിചാരിക്കും. അപ്പോൾ ഇത് അതൊരു ടണൽ കൂടെ പോകുന്ന പോലെ ആയില്ലേ. ഇങ്ങനെ പോകാൻ ചില ക്വാണ്ടം എന്താ പറയുക കണികൾക്ക് എന്താണ് സാധിക്കും എന്ന തരത്തിലൊക്കെ തുടങ്ങുന്നതാണ് ഈ ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടി. പിന്നെ അതിനെ നമ്മൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുമായിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കണക്ട് ചെയ്യണം. ഫെർമിയോൺസിനെയും ബോസോൺസിനെയും കുറിച്ചുള്ള ചില സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എന്താ പറയുക സ്പിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ അതിലെ എന്താണ് അതിൻ്റെ ഒരു അതിൽ ഇവർ നടത്തിയ എന്താണ് മാറ്റങ്ങൾ മനസ്സിലാവുണ്ടോ. ഇങ്ങനെയൊക്കെ കണ്ടു വന്നാലേ നമുക്കിത് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് പക്ഷെ PSCക്ക് ഇതൊന്നും ആവശ്യമില്ല. ഏതാണ്ട് എന്താ പറയുക ചില ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അല്ലെ. അപ്പം ക്വാണ്ടം ടണലിംഗ് എന്നുള്ള വാക്ക് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മനസ്സിലാവുണ്ടോ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുക, വെറുതെ ഓർത്ത് വയ്ക്കുക. എങ്ങാനും PSC ഈ ഒരു വാക്ക് കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഓർത്ത് വയ്ക്കുക. സൂപ്പർ കണ്ടക്ടിവിറ്റി,
വെറുതെ എന്ത് ചെയ്തേക്കുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായിട്ട് ചേർത്ത് കണ്ടക്ടിവിറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ് എവിടെയാണ് കറണ്ട് ഒഴുകുന്നതിനെയല്ലേ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ കടത്തി വരുന്നു അല്ലേ, ഇലക്ട്രിക് സർക്യൂട്ട് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടാണ് എന്ത് ഇതൊക്കെ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഈ വാക്കുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റിൽ വരാൻ സാധ്യതയുള്ള ചില വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്തതാണ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. കാരണം PSC നൊബേൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ലിറ്ററേച്ചർ ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഇത്തരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ശാസ്ത്രജ്ഞന്മാരുമായിട്ടോ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2022 23 മറ്റേ എന്താ അദ്ദേഹത്തിന്റെ പേര് പെൻസ് റോസ് അല്ലേ, ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പഠനത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവർ 3 പേരാണ് എന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നത്. ഈ 3 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകൾ ലഭിക്കുന്നത്. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏതാണ്ട് 1925 ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ പഠനം വളരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഹെയ്സൻബർഗിനെ പോലെ, മാക്സ് ബോണിനെ പോലെ, ലൂയിസ് ഡേ ബ്രോഗിലിനെ പോലെയൊക്കെയുള്ള ആളുകൾ പഠിച്ചിട്ട് ഈ ക്വാണ്ടം ഫിസിക്സ് എന്ത് ചെയ്യുന്നത് ഒരു വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുതിയതായിട്ടുള്ള ഒരു പഠന ഭാഗമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. അതിൻ്റെ ഒരു 100ാം വാർഷികമാണ് ഇപ്പോഴത്തെ വർഷം 2025. അപ്പോൾ ആ ഒരു 100ാം വാർഷിക സമയത്ത് ഈ ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് അവാർഡുകൾ കൊടുക്കപ്പെടുന്നത്. അത് ഈ 100ാം വാർഷികം ആയതുകൊണ്ട് തന്നെ 2025 യുണൈറ്റഡ് നേഷൻസ് എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ ഇയർ. ഇത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. മനസ്സിലാണോ? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ്. എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2025. ഇത് പ്രത്യേകം ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകം ഓർത്തിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവരുടെ ഈ പഠനം സഹായിക്കുന്ന പ്രധാനപ്പെട്ട മേഖല എന്താ അറിയോ നിങ്ങൾക്ക്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഏതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ വളരെയധികം ഇപ്പോൾ AI ഒക്കെ ഇല്ലേ, AIയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുകൾ. എന്താ പറയുക, നിമിഷ നേരങ്ങൾ കൊണ്ട് അത്രയും ഫാസ്റ്റായിട്ട് എന്താണ് കമ്പ്യൂട്ടിംഗ് നടത്താനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ടൂളാണ് ക്യൂബിറ്റുകൾ. ആ ചിപ്പുകളൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെയായിട്ട് ക്യൂബിറ്റുകൾ വളരെയധികം ആവശ്യമാണ്. ഈ ക്യൂബിറ്റുകളും മറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർക്യൂട്ടുകളിലൊക്കെ എന്താണ് ഈ കണ്ടുപിടുത്തങ്ങൾ വളരെയധികം വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ പഠനം നടക്കുന്നത് 1980 മുതൽ തുടങ്ങിയിട്ട് 1990 ആ സമയത്തൊക്കെയാണ് ഇവരുടെ ഈ പഠനങ്ങളൊക്കെ നടക്കുന്നത്. ഈ പഠനങ്ങളൊക്കെ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ പല ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ടേം ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് എന്ത് ചെയ്യുക ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 പേരുടെ പേരും മറക്കാതിരിക്കുക. ജോൺ ക്ലർക്ക്, മൈക്കൽ എച്ച് ഡെവോറേറ്റ്, ജോൺ എം മാർട്ടിനസ്. എന്താണ് അവരുടെ ഓർത്ത് വെക്കേണ്ടത്? മാക്രോസ്കോപ്പിക് തലത്തിലേക്ക് ഇവർ ക്വാണ്ടം എന്താ പറയുക ക്വാണ്ടം സ്റ്റഡീസിന് എന്ത് ചെയ്യുന്നത് മൈക്രോ ലെവലിൽ നിന്ന് മാക്രോ ലെവലിലേക്ക് എന്ത് ചെയ്തു കൊണ്ടുവന്നു. അതിൽ കുറച്ചും കൂടി വലിയ എന്താ പറയുക പീസുകളുടെ പഠനത്തിലേക്ക് എന്ത് ചെയ്തു കൊണ്ടുവന്നു. വളരെ മൈക്രോസ്കോപ്പിക്കിൽ നിന്ന് വന്നു. ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെക്കുക. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന വാക്കും എന്ത് ചെയ്യുക ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 3 വാക്ക് ഓർത്ത് വെച്ചാൽ മതി. ഈ 3 വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ ചോദിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത പാർട്ടിലേക്ക് പോവാം. എന്താണ്? കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിസിക്സിൻ്റെ 3 ശാസ്ത്രജ്ഞരും USA തന്നെയാണ് കേട്ടോ. ഇവർ 3 പേരും എന്താണ് USA ആൾക്കാർ തന്നെയാണ്. അതിൽ സംശയങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇനി കെമിസ്ട്രിയിൽ എന്തിനാണ് അവാർഡ് കിട്ടിയത്? കെമിസ്ട്രിയിൽ അവാർഡ് എന്തിന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒരു വാക്ക് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. എന്താണ് ആ വാക്ക് എന്ന് പറയുന്നത്? MOF എന്നാണ്. MOF എന്ന് പലരും പറയും. എന്താണ് മോഫ്? ഇതാ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ്. എന്താണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ്? എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് വേഗത്തിൽ അറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 3 ആളുകളുടെയും എന്താണ് അവരുടെ ഒരു ജേണി ഒന്ന് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ കഥയും കേൾക്കാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം. കാര്യം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർത്ത് വെക്കാൻ ഒരു പാടും ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആദ്യം നമ്മൾ നോക്കേണ്ട ആളതേ ഈ നടുവിൽ നിൽക്കുന്ന റിച്ചാർഡ് റോബ്സണെയാണ്.
എന്താ റിച്ചാർഡ് റോബ്സൺ? ഇദ്ദേഹമാണ്, ഈ റിച്ചാർഡ് റോബ്സൺ ആണ് 1980കളിൽ ഇതിനെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. അതായത് ഇദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റിച്ചാർഡ് റോബ്സൺ ആണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇദ്ദേഹം നമ്മുടെ ഡയമണ്ട് ഇല്ലേ, വജ്രം, ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഇദ്ദേഹത്തിനെ ഹഠാത് ആകർഷിക്കുകയാണ്. അയ്യോ, എന്ത് വല്ലാത്തൊരു, നിങ്ങൾക്ക് അറിയാം അല്ലെ, അത്രയധികം എന്താ പറയുക ശക്തിയുള്ള, നിങ്ങൾക്കറിയാം ഡയമണ്ടിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്. ഇതിന്റെ സ്ട്രക്ചറിന്റെ ഷേപ്പ് എന്താ? ടെട്രാഹെഡ്രൽ ഷേപ്പാണ് അല്ലെ, ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് അല്ലെ. എനിക്കത് വരയ്ക്കാൻ അറിയില്ല. ടെട്രാഹെഡ്രൽ ഷേപ്പാണ് ഇതിൽ കിടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ടെട്രാഹെഡ്രൽ ഷേപ്പിൽ ഇദ്ദേഹം നോക്കുകയാണ്, ഈ സ്ട്രക്ചർ ഇങ്ങനെ അടുക്കി സ്റ്റാക്ക് ചെയ്ത് വെച്ച് പോകുന്നുണ്ടല്ലോ അല്ലെ, വളരെ കൃത്യമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലെ. പക്ഷെ അതിൻ്റെ എന്തുകൂടി പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ നല്ലപോലെ ക്യാവിറ്റീസ്, ഗ്യാപ്പുകളും ഉണ്ട് അല്ലെ. വളരെ കറക്റ്റായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിറയെ ക്യാവിറ്റീസും ഉണ്ട് അല്ലെ, ഗ്യാപ്പുകളും ഉണ്ട്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ആദ്യമായിട്ട് ഇദ്ദേഹം കോപ്പർ ഉണ്ട്, എന്താണ്, കോപ്പർ അയോൺ പ്ലസ് എന്ത് ചെയ്യുകയാണ്, നൈട്രൈലും കൂടി ചേർത്തിട്ട്, എന്താണ്, നൈട്രൈലും കൂടി ചേർത്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയാണ്. ഫ്രെയിം വർക്ക് എന്ന് വെച്ചാൽ ഇതൊന്നാണ്, ഇതുപോലത്തെ എന്താണ് പല യൂണിറ്റുകൾ ചേർത്ത് ഒരു എന്തുണ്ടാക്കുന്നു, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയാണ് അല്ലെ. ഒരു ഫ്രെയിം ഉണ്ടാക്കില്ലേ നമ്മൾ, അതുപോലെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാ ചേർത്തത്, എന്താ നൈട്രൈല് എന്നപ്പോൾ ചില ആളുകൾക്ക് സംശയം വരും. നൈട്രൈല് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ, കാർബണുമായിട്ട് പല സാധനങ്ങൾ ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ C ട്രിപ്പിൾ ബോണ്ട്, ഈ നൈട്രജൻ, ഇങ്ങനെയുള്ള ഇതിനെ പറയുന്നത് സയനോ ഗ്രൂപ്പ് എന്നാണ്. എന്താണ്, സയനോ ഗ്രൂപ്പ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ വിളിക്കുക, സയനോ ഗ്രൂപ്പ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അപ്പൊ ഈ സയനോ ഗ്രൂപ്പ് വരുന്നതായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്, അവയെയാണ് നൈട്രൈൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ ആ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഫ്രെയിം വർക്ക് എന്തുണ്ടാക്കി എന്നാ പറഞ്ഞ്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. എന്തൊക്കെ വെച്ചിട്ട് ഫ്രെയിം വർക്ക് ഉണ്ടാക്കി? കോപ്പർ അയോൺ, കോപ്പർ എന്താണ്, മെറ്റലാണ്. നൈട്രൈൽ എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് എന്താണ്, സയനോ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ മെറ്റൽ, ഓർഗാനിക് കോമ്പൗണ്ട്, അത് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കണ്ടോ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. ഇത് ഡെവലപ്പ് ചെയ്ത ആളുകളാണ് ഇവർ 3 പേര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യത്തെ ഘട്ടം റിച്ചാർഡ് റോബ്സൺ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം എന്ത് ചെയ്തു, കോപ്പർ എന്ന മെറ്റലും നൈട്രൈൽ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടും ചേർത്തിട്ട് ഈ ഡയമണ്ടിന്റെ ഈ ഷേപ്പിലുള്ള, അതായത് അതിന്റെ ആ സ്ട്രെങ്ത് ഉള്ള, അതിൻ്റെ ഉള്ളിൽ ക്യാവിറ്റീസ് ഉണ്ട് അല്ലേ, നല്ലപോലെ എന്താണ് അത്, ഞാൻ ഡയമണ്ട് എന്നല്ല, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇവർ ഉണ്ടാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നിറയെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യാവിറ്റീസ്, പോറസ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്താ അറിയോ, ഇത് ഒരുപാട് എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്യാവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഈ ക്യാവിറ്റീസ് എന്തിനാ, ഈ ക്യാവിറ്റീസിൻ്റെ ഉള്ളിൽ നമുക്ക് പല ഗ്യാസുകളെ, എന്താ പറയുക, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇവയെ നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾ അഡ്സോർപ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? അഡ്സോർബിങ് എന്ന് വെച്ചാൽ എന്താണ്, അബ്സോർബിങ് അല്ല, അഡ്സോർബിങ്. അതായത് അവ വന്ന് ഒട്ടി നിൽക്കും അല്ലെ, എന്ത് ചെയ്യും, ഇങ്ങനെ ഒട്ടി നിൽക്കും അല്ലെ. അപ്പൊ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം, ഉള്ളിലിട്ട് വലിച്ചെടുക്കുകയല്ല. ഇതിനെന്ത് ചെയ്യും, ഇതിന്റെ അഡ്സോർബൻസ് എന്താണ്, ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഭൂമിനിട് അല്ലെ. അപ്പൊ അഡ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും, അഡ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്, മനസ്സിലാക്കും. ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കും, എൻ്റെ ഇവിടെ മുകളിൽ വേറെ സാധനം എന്താണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിചാരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ, ഇതിൻ്റെ അടിയിൽ വരേണ്ടത് വിചാരിക്കും, ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായ ഒരു സ്ട്രക്ചർ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏരിയയിലൊക്കെ ഇവയ്ക്ക് ഏതെങ്കിലുമൊക്കെ പദാർത്ഥങ്ങളെ ഇങ്ങനെ ശേഖരിച്ച് വെക്കാനായിട്ട് ഈ ഗ്യാപ്പുകൾ, ക്യാവിറ്റികൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇനി ഞാൻ എപ്പോഴൊക്കെയാണോ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ക്യാവിറ്റി കൂടുതലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം. ഇപ്പൊ പല്ലിൻ്റെ ഉള്ളിൽ ക്യാവിറ്റി വന്ന എന്താ അർത്ഥം, സാധാരണ ഇരിക്കാൻ ഉള്ളതിനേക്കാളും കൂടുതൽ ഏരിയ ആവും അല്ലെ. സാധാരണ ഒരു പല്ല് എങ്ങനെയാ, പല്ല് ഇത് എങ്ങനെ പോകുന്നുണ്ട് അല്ലെ, ഇതിൻ്റെ ഉള്ളൊരു ക്യാവിറ്റി വന്നു വിചാരിക്കും നിങ്ങൾ, ഇതിൻ്റെ ഉള്ളത് ഇങ്ങനെ ഒരു ക്യാവിറ്റി വന്നാൽ എന്താ ചെയ്യുന്നത്, ഈ സാധാരണഗതിയിൽ ഇവിടെ മാത്രം കുറച്ച് പദാർത്ഥം ഇരിക്കാൻ പറ്റും. ക്യാവിറ്റി വന്നാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലൊക്കെ പദാർത്ഥങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യും, ശേഖരിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ക്യാവിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും, പോറസ് ആയിട്ടുള്ള ഏരിയാസ് ഉള്ളിൽ കൂടിയാൽ എന്ത് സംഭവിക്കും, അവിടെയൊക്കെ കൂടുതൽ വസ്തുക്കളെ ശേഖരിച്ച് വെക്കാൻ പറ്റും. ഇത് നമുക്ക് നെഗറ്റീവാണ്. പക്ഷെ ഇങ്ങനെ നമുക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിനുള്ളിലേക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. എന്താ അവിടെ സംഭവിക്കുന്നത്,
സർഫേസ് ഏരിയ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാവുണ്ടോ? സർഫേസ് ഏരിയ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിച്ചാർഡ് റോബ്സൺ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ ഇട്ടു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് വലിയൊരു സ്കെയിലിൽ ഉണ്ടാക്കാനൊന്നും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ അഡ്സോർപ്ഷൻ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് എന്ന് പറയുന്ന തലത്തിലേക്ക് ഇത് എത്തിയിരുന്നില്ല. അവിടെയാണ് രണ്ടാമത്തെ ഹീറോ വരുന്നത്. രണ്ടാമത്തെ ഹീറോ ആരായിരുന്നു? അതായിരുന്നു പ്രൊഫസർ സുസുമു കിറ്റഗാവ. സുസുമു കിറ്റഗാവ ജപ്പാനിലെ ഒരാളാണ്. ആരാണ്? ജപ്പാനാണ് ഇദ്ദേഹം. മനസ്സിലാവുണ്ടോ? ജപ്പാനാണ്. ഈ റിച്ചാർഡ് റോബ്സൺ ഏത് രാജ്യക്കാരനായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. നമ്മളുടെ ഒമർ എം യാഖി എന്ന് പറയുന്ന ഇദ്ദേഹം USA സയന്റിസ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവർ 3 രാജ്യങ്ങളിലെ ആളുകളാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നു. ആരാണ്? സുസുമു കിറ്റഗാവ കടന്നു വരാണ്. ഓക്കെ, പ്രൊഫസർ റോബ്സൺ ഇനി ഞാൻ ഓടിക്കോളാം ബാക്കിയെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എടുക്കുന്നു. 997 വർഷം. 997 ഇദ്ദേഹം കൃത്യമായി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഒരാളിട്ടു. ഫൗണ്ടേഷൻ ആരിട്ടു? റിച്ചാർഡ് റോബ്സൺ ഫൗണ്ടേഷൻ ഇട്ടു അല്ലെ. സുസുമു കിറ്റഗാവ എന്ത് വരുന്നു? ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇവയെ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? നേരത്തെ പറഞ്ഞ അഡ്സോർപ്ഷൻ. എന്താണ്? അഡ്സോർപ്ഷൻ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ്. അഡ്സോർപ്ഷൻ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ്. ഇതിനെന്ത് ചെയ്യാം? ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? ഓൾസോ ഇദ്ദേഹം എന്തുണ്ടാക്കുന്നു? ഇദ്ദേഹം ഫ്ലെക്സിബിൾ MOFകൾ ഉണ്ടാക്കണം. മോഫുകൾ ഉണ്ടാക്കുകയാണ്. മോഫ് എന്ന് വെച്ചാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ. നേരത്തെ കാണിച്ചതല്ലേ നല്ല പോലെ ക്യാവിറ്റീസ് ഉള്ളത്. ഈ ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദാർത്ഥം ഗേഷ്യസ് മോളിക്യൂൾസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്ട്രക്ചർ ഇപ്പോൾ എന്താണ്? ഇങ്ങനെ വിചാരിക്കും നിങ്ങൾ. ഓക്കെ, ഇങ്ങനൊരു സ്ട്രക്ചറാണ് എന്നെന്ത് ചെയ്യുക? നിങ്ങൾ വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനൊരു സ്ട്രക്ചറാണ് എന്നെന്ത് ചെയ്യുക? നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ജോയിന്റ് പോയിന്റിലൊക്കെ എന്തുണ്ട്? ഈ മോളിക്യൂൾസ് കിടക്കുന്നുണ്ട് എന്നെന്താ വെച്ചാൽ വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഒരു ഗ്യാഷ്യസ് എന്താ പറയുക മോളിക്യൂൾസിന് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യും? വരാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യും? ഇതിന് ശേഖരിക്കപ്പെടും. ഇത് വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ വലുതാവും. ഇത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് താഴത്തോട്ട് കൊളാപ്സ് ആയിട്ട് പഴയ പോലെ കിടക്കും. ഈ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള MOFകൾ എന്ത് ചെയ്യുകയാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ ആരുണ്ടാക്കുകയാണ്? നമ്മളുടെ സുസുമു കിറ്റഗാവ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സുസുമു കിറ്റഗാവ ജപ്പാൻകാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എന്താണ്? മിടുക്കന്മാരാണ്. അങ്ങനെ ആലോചിച്ചോളൂ നിങ്ങൾ. ഇപ്പോൾ സുസുമു കിറ്റഗാവ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുകയാണ്? മനസ്സിലാവുന്നുണ്ടോ? ഇത് വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ ഗേഷ്യസ് മോളിക്യൂൾസ് വരുമ്പോഴും പോകുമ്പോഴും ഫ്ലെക്സിബിളായി ഷേപ്പ് മാറുന്ന തരത്തിൽ അഡ്സോർബ് ചെയ്യാൻ, ഗ്യാഷ്യസ് മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തലം ആരുണ്ടാക്കുകയാണ്? പ്രൊഫസർ കിറ്റഗാവ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മനസ്സിലായി? നമുക്ക് ഏതെങ്കിലുമൊക്കെ ഗ്യാസുകളെ എന്ത് ചെയ്യണം? നമുക്ക് പിടിച്ച് ട്രാപ്പ് ചെയ്യണം, നമുക്ക് പിടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ ഉപയോഗിക്കാം. പ്രത്യേകത എന്താ? ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസുകൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? നമുക്ക് ശേഖരിക്കാൻ പറ്റും. ലാർജ് എമൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ ശേഖരിക്കാൻ പറ്റും അല്ലെ. കാരണം എന്താ? നേരത്തെ പല്ലിൻ്റെ ഉദാഹരണം കാണിച്ചില്ലേ? നേരത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം ശേഖരിക്കാൻ പറ്റുമായിരുന്നു. ഈ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ക്യാവിറ്റീസ് ആയതുകൊണ്ട് ഒരുപാട് എത്രയോ ഇരട്ടി സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് വെക്കാനായിട്ട് സാധിക്കും എന്നുള്ള തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? കാര്യങ്ങൾ മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം നിങ്ങൾ ആലോചിക്കാം. അപ്പം എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ആപ്ലിക്കേഷൻ സുസുമു കിറ്റഗാവ എടുത്തു. ഇനിയാണ് നമ്മുടെ ഫൈനൽ ഹീറോയുടെ വരവ്. ആരാണ്? ഒമർ എം യാഖി. ആരാണ്? ഒമർ എം യാഖി. ഇപ്പോഴുമുള്ള പ്രശ്നം എന്താ അറിയോ? ഇപ്പോഴും ഫൗണ്ടേഷൻ കഴിഞ്ഞു, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇപ്പോഴും ഇത് മാസായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്, ലെറ്റ്സ് യൂസ് സിങ്കും അതുപോലെ തന്നെ എന്താണ് ഇപ്പുറത്ത് കാർബണും ഓക്സിജനും. അപ്പം കാർബണും ഓക്സിജനും കലർന്നിട്ടുള്ള എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ കോമ്പൗണ്ട്. അപ്പം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം സാധനങ്ങളൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇദ്ദേഹം ഇതിൻ്റെ മാനുഫാക്ചറിങ് കുറച്ചുകൂടി ഈസിയാക്കി. ഇനി ഇത് ചെയ്തപ്പോൾ 2-3 ഗുണങ്ങളുണ്ടായി. ഇങ്ങനത്തെ ഒരു പുതിയ സ്ട്രക്ചർ വന്നപ്പോൾ ഒന്ന് എന്ത് ചെയ്തു? ക്യാവിറ്റീസ് കൂടി, അതിനിടയിലുള്ള ഗ്യാപ്പ് കൂടി. ക്യാവിറ്റീസ് കൂടിയാൽ എന്ത് സംഭവിക്കും? സർഫേസ് ഏരിയ എന്ത് ചെയ്തു? കൂടി. സർഫേസ് ഏരിയ കൂടി എന്താ സംഭവിക്കുന്നത്? അത്രയധികം എന്താണ് മോളിക്യൂൾസ് അതിൽ ശേഖരിച്ച് വെക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ഷുഗർ ക്യൂബ് ഇല്ലേ?
ഒരു ഷുഗർ ക്യൂബിന്റെ അത്രയ്ക്കും വലുപ്പമുള്ള ഈ ഒരു മോഫ് മെറ്റീരിയലിനുള്ളിൽ ഒരു പ്ലേ ഗ്രൗണ്ടിൽ, ഒരു ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടിൽ മൊത്തം നിരത്താൻ പറ്റുന്ന അത്രയ്ക്കും മോളിക്യൂൾസ് ശേഖരിച്ച് വെക്കാൻ പറ്റും. അത്രയധികം കുഞ്ഞു 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 ക്യാവിറ്റീസ് ആയിട്ട് അത്രയധികം മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷുഗർ ക്യൂബിന്റെ വലുപ്പമുള്ള മെറ്റീരിയലുള്ളിലേക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിൽ മാനുഫാക്ചറിങ് ഇദ്ദേഹം എന്ത് തെളിയിക്കുകയാണ്? വൃത്തിയായിട്ട് മാനുഫാക്ചറിങ് നടത്തുകയാണ്. വളരെ എളുപ്പത്തിൽ മാനുഫാക്ചറിങ് നടത്തുന്നു. ദ എബിലിറ്റി ടു അഡ്സോർബ് കൂടി, ക്യാവിറ്റി കൂടി, സർഫേസ് ഏരിയ കൂടി, എബിലിറ്റി ടു അഡ്സോർബ് എന്ത് ചെയ്തു? കൂട്ടി. അതോട് കൂടിയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ അങ്ങ് എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ചു കൂടി. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാം? വലിച്ചെടുക്കുക, അഡ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈഡ്രജൻ, മീഥെയിൻ പോലെയുള്ള ഗ്യാസുകൾ അഡ്സോർബ് ചെയ്ത് വെക്കാനായിട്ട് ഇതിന്റെ സ്റ്റോറേജ് അല്ലെ, നമുക്കറിയാം ഹൈഡ്രജൻ ഫ്യൂവൽ എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്, മീഥെയിൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറേജിന് എന്ത് ചെയ്യും? പറ്റും. ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? പറ്റും. വാട്ടർ, ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിക്കൂ. അത്തരം സ്ഥലങ്ങളിൽ വാട്ടർ എന്ത് ചെയ്താൽ വെക്കും? വാട്ടർ ക്യാപ്ചർ ചെയ്തിട്ട് ശേഖരിച്ച് വെക്കാൻ എന്ത് ചെയ്യും? ഇത്തരം ഫ്രെയിംവർക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. ഇനി ഇതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ കാറ്റലിസ്റ്റിന്? പല രീതിയിൽ കാറ്റലിസ്റ്റ് ആവാം. എന്ത് ചെയ്യാൻ പറ്റും? ചില റിയാക്ഷൻസ് സർഫേസ് ഏരിയ കൂടിയാൽ എന്ത് ചെയ്യും? ശക്തമായി നടക്കും. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് നടക്കാനുള്ള സർഫേസ് ഏരിയ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല പല പൊല്യൂട്ടൻസ്, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത് പോലെ തന്നെ ഇപ്പൊ ഡൽഹി പോലുള്ള പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും എന്താണ്, പല രീതിയിലുള്ള പൊല്യൂട്ടൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും. ഈ പൊല്യൂട്ടൻസിനെ, അതായത് ഇത് അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റിനെ കൃത്യമായിട്ട് എന്താണ് ശേഖരിച്ചു വെക്കുന്ന തരത്തിലേക്ക് ഈ മോഫുകളെ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് വരികയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ആപ്ലിക്കേഷനിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ മെഡിസിൻ ഭാഗത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും. അതായത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കറക്റ്റ് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്താ പറയുക, ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവയ്ക്ക് ഡ്രഗ് കൃത്യമായിട്ട് എന്താണ് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഇതിന് സാധിക്കും. അപ്പൊ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ട് എന്താണ് മെഡിസിനൽ ആയിട്ടുള്ള പർപ്പസുകൾ, പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവയെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ വന്ന് വളരെ ആപ്ലിക്കേഷൻ എന്താ പറയുക തലത്തിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന തലത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്രാവശ്യത്തെ നൊബേൽ പ്രൈസ് കെമിസ്ട്രിയിൽ ലഭിച്ച റിച്ചാർഡ് റോബ്സൺ, സുസുമ കിറ്റാഗാവെ ആൻഡ് ഒമാർ എം യാഘി നമുക്ക് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടുത്തങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ കെമിസ്ട്രിയുടെ കാര്യം. ഓക്കെ, അടുത്ത ഭാഗത്ത് പോകാം. ദ സ്വെറിക്സ് റിക്സ്ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ്. നമ്മൾ പറഞ്ഞല്ലേ, സ്വീഡന്റെ സെൻട്രൽ ബാങ്ക് ആണ് പിന്നീട് ഏർപ്പെടുത്തിയതാണ് എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവർക്ക് അവാർഡുകൾ ലഭിച്ചത് എന്ന കാര്യം നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടില്ലേ? നോക്കൂ, രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഫസ്റ്റ് ജോയൽ മൊഖീറിനെ കുറിച്ച് ആലോചിക്കുക. ജോയൽ മൊഖീർ എന്താണ് ജോയൽ മൊഖീർ ചെയ്തത്? ഫോർ ഹാവിങ് ഐഡന്റിഫൈഡ് ദ പ്രീ റെക്വസൈറ്റ്സ് ഫോർ സസ്റ്റെയിൻഡ് ഗ്രോത്ത്. വാക്കോർത്ത് വെക്കുക, സസ്റ്റെയിൻഡ് ഗ്രോത്ത്. സസ്റ്റെയിൻഡ് ഗ്രോത്ത് എൻ്റെ ഒപ്പം എന്തും കൂടി വേണ്ട? ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അപ്പോൾ ടെക്നോളജിയുടെ പ്രോഗ്രസ്സിലൂടെ സസ്റ്റെയിൻഡ് ഗ്രോത്ത്, അതായത് സസ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ടേം എന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കുക വെച്ചാൽ എന്താണ്? ലോങ് ടേം, അതായത് ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക വളർച്ച എന്തിലൂടെ? ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെ. മനസ്സിലാണ്ടോ? അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയിലൂടെ ലോങ് ടേം ഗ്രോത്ത് നേടിയെടുക്കുന്ന തലത്തില് എങ്ങനെ ഇതിന് വേണ്ട പ്രീ റിക്വസൈറ്റ്സ് എന്തെല്ലാമാണ്, ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു, പഠിച്ചു. അതായത് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ബേസിക്കലി ഇദ്ദേഹം പല പല രാജ്യങ്ങളെ എന്ത് ചെയ്യുകയാണ്? വിവിധങ്ങളായിട്ടുള്ള കൺട്രീസിനെ എന്ത് ചെയ്യുകയാണ്? കൺട്രീസിനെ കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണ്. ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായേ? അദ്ദേഹത്തിന് മനസ്സിലായി ചില രാജ്യങ്ങൾ ഇതാ നല്ല പോലെ പുരോഗമിച്ചു പോകുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ഇന്റർവെല്ല് എടുത്തു. എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ.
ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പോയിന്റ് ആയിട്ട് എടുത്തു. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ മുമ്പും പിമ്പും അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഈ ജോയൽ മൊക്കേറിന് മനസ്സിലാവുകയാണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ടെക്നോളജി വല്ലാണ്ട് വർദ്ധിക്കുന്നുണ്ട് അല്ലെ. അതിനെയാണല്ലോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടെക്നോളജി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയ ആളുകൾ, രാജ്യങ്ങൾ വളരെ സസ്റ്റൈൻഡ് ആയിട്ട് ലോങ് ടേം ആയിട്ട് പുരോഗമിച്ചു. ഇപ്പോഴും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ മറക്കുന്ന, റാഷണലായിട്ട് ചിന്തിച്ചിട്ട് കൃത്യമായി സയൻസിനെ വിശ്വസിച്ച് പോവാണ്ട് ഇപ്പോഴും വളരെ പണ്ടത്തെ എന്തെങ്കിലും വിശ്വാസങ്ങളും പ്രമാണങ്ങളും മാത്രം കെട്ടിപ്പിടിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം കൃത്യമായി ടെക്നോളജി സ്വായത്തമാക്കി മുന്നോട്ട് പോയവരാണ് ചെയ്തിട്ടുള്ളത്, ഡെവലപ്ഡ് ആയിട്ടുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. സോ എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് എപ്പോഴാണ്, അത് പെർമനന്റ് ആയിട്ട് രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴാണ്, അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൂടി സംഭവിക്കുമ്പോഴാണ് എന്നെന്ത് ചെയ്യുന്നു അദ്ദേഹം പറയുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ജോയൽ മോക്കിയർ ഈ രണ്ട് കാര്യങ്ങൾ, സസ്റ്റൈൻഡ് ഗ്രോത്ത്, തുടർച്ചയായിട്ടുള്ള വികസനം, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ചേർത്ത് വെച്ചിട്ട് ഒരു പഠനം നടത്തി. അതിനുശേഷം രണ്ടാമത്തെ ആളുകൾ വരികയാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. സസ്റ്റൈൻഡ് ഗ്രോത്ത്, തുടർച്ചയായ ഗ്രോത്ത്, അതിനെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം ഫിലിപ്പ് എഗിയോണും പീറ്റർ ഹൗവിറ്റും, ഇവർ രണ്ടുപേരും സെയിം കാര്യം, സസ്റ്റൈൻഡ് ഗ്രോത്ത്, പക്ഷെ ഇവർ പറഞ്ഞ വാക്ക് വേറൊന്ന, ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ? അതിനെ ക്രിയേറ്റീവ് സർഗാത്മകമായത് എന്നൊക്കെ പറയാം. സർഗാത്മകമായിട്ടുള്ള നശീകരണമെന്നോ, കറക്റ്റ് വാക്ക് എനിക്കിപ്പോൾ പറയേണ്ടതെന്ന് അറിയുന്നില്ല. സർഗാത്മകമായിട്ടുള്ള നശീകരണമെന്നോ, സർഗാത്മകമായിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഇപ്പോൾ വേറെ മലയാളം വാക്ക്, സർഗാത്മകമായിട്ടുള്ള ഡിസ്ട്രക്ഷൻ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒന്ന് നശിച്ചിട്ട് ഒന്ന് ചത്ത് മറ്റൊന്നിന് വളമാവുക എന്ന് കേട്ടിട്ടില്ലേ? കൈൻഡ് ഓഫ് വളമാവണമെന്നില്ല. ഇവർ പറയുന്ന പ്രധാന പോയിന്റ് ഇതാണ്. ഇപ്പോൾ കുറേ ആളുകൾ ചെയ്തിരുന്ന കുറേയധികം ജോലികളുണ്ട്. ഇതിനെ ഒരു ന്യൂ ടെക്നോളജി വന്നാൽ ഇത് നശിക്കും. എന്നിട്ട് ഈ പുതിയ ടെക്നോളജി ആ സ്ഥാനം ഏറ്റെടുക്കും. അപ്പം ചിലത് നശിക്കും. പക്ഷെ അത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ്. ഒരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു സാധനം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് ചെയ്യുന്നുണ്ട്, ആകെ തുക ആ രാജ്യം ഇങ്ങനെ മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജി സ്വായത്തമാക്കി ഈ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ സ്വാഗതം ചെയ്യുന്ന രാജ്യങ്ങളും ഇടങ്ങളുമാണ് സസ്റ്റൈൻഡ് ആയിട്ട് ഗ്രോ ചെയ്തു പോകുന്നത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു, നമ്മൾ ഒരുപാട് പിന്നിലാകുമായിരുന്നു. നമ്മളത് എടുക്കാൻ നമ്മൾ എന്തുകൊണ്ടോ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ പഠിച്ച് എഞ്ചിനീയേഴ്സും മറ്റുമൊക്കെ ആയിട്ട് ഓൾറെഡി ഒരു ഗ്രോത്ത് ലെവലിലേക്ക് പോയത് കാരണം അറ്റ്ലീസ്റ്റ് സർവീസ് സെക്ടറിൽ നമുക്ക് പുറത്തുള്ള ആൾക്കാരുടെ പണിയാണെങ്കിലും അത് നമ്മൾ ചെയ്തു കൊടുക്കാനെങ്കിലും നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ സ്വീകരിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലോ നമ്മൾ എത്രയോ യുഗങ്ങൾ പിന്നിലായി പോയേനെ, അല്ലേ? സത്യമല്ലേ? ഇപ്പൊ തന്നെ ചൈനയൊക്കെ AI എത്രയോ മുമ്പിൽ, AI ചൈന അമേരിക്കയുമായിട്ടാണ് മത്സരിക്കുന്നത്. നമ്മളിപ്പോഴും നമ്മളുടെ പഠനഭാഗത്തിലും NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏതൊക്കെ നമ്മളുടെ പണ്ടത്തെ പുരാണവും എന്തൊക്കെ ഉൾപ്പെടുത്തണം പറഞ്ഞിട്ട് തർക്കമാണ്, അടിയാണ്, അല്ലെ? ഏത് ഡ്രസ്സ് സ്കൂളിൽ കിടണം എന്നിട്ട് അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ചൈന എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ AI എത്രയോ മുന്നിലെത്തി, അവർ അമേരിക്കയും ചൈനയും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. AI പേരിൽ, AI ആരും മന്നനാവും എന്നുകൊണ്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ അത് പുതിയ ടെക്നോളജികൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് പഴയതിനെ ഇല്ലാതാക്കി പുതിയതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നാൽ എല്ലാ ജോലിയും പോകുന്ന ആൾക്കാർ പേടിച്ചിരുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ കാരണം എത്ര ദശലക്ഷക്കണക്കിന് ആളുകളാണ് ജോലി എടുക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുതിയതിൽ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക. ഇത് രണ്ടുമാണ് എന്തിന് കാരണമായത്? എക്കണോമിക് സയൻസിന്റെ ഇപ്രാവശ്യത്തെ അവാർഡിന് കൊടുത്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ്,
എങ്ങനത്തെ ഡെവലപ്മെന്റ്? വെരി ഇമ്പോർട്ടൻറ്റ്. സസ്റ്റെയിൻഡ് ഡെവലപ്മെന്റ്, ലോങ് ടേം, ജസ്റ്റ് കുറച്ച് ദിവസം വളരുന്നതല്ല, സസ്റ്റെയിൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ടെക്നോളജിയും സസ്റ്റെയിൻഡ് ഡെവലപ്മെന്റും തമ്മിലുള്ള ബന്ധമാണ് അടിസ്ഥാനപരമായിട്ട് എക്കണോമിക് സയൻസിൽ ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുത്തത്. അപ്പൊ സസ്റ്റെയിൻഡ് ഗ്രോത്ത്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് എടുത്ത രാജ്യങ്ങൾ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ടെക്നോളജി സ്വീകരിച്ച ആളുകൾ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ത് ചെയ്തു, അത് കിട്ടി എന്ന് ഒരാൾ ജോയൽ മോയ്ക്കർ പറഞ്ഞു. ഫിലിപ്പ് എഗിയോണും പീറ്റർ ഹോവിറ്റും എന്ത് പറഞ്ഞു? സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെ എന്താണ് വന്നതിനെ കുറിച്ച് ആര് പഠിച്ചു? ഫിലിപ്പ് എഗിയോണും പീറ്റർ ഹോവിറ്റും പഠിച്ചു. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്തിന് കിട്ടിയെന്ന് വളരെ വ്യക്തമായി മനസ്സിലായല്ലോ. ഓർക്കുക, മനസ്സിലാക്കുക. അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. നെക്സ്റ്റ്, ഫിസിയോളജി ഓർ മെഡിസിൻ. 2025 ഫിസിയോളജി അല്ലെങ്കിൽ എന്താണ്, മെഡിസിൻ. ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ. ഇതിനെ കിട്ടിയിട്ടുള്ള ഒരു വാക്ക് കൃത്യമായി ഓർത്ത് വെക്കുക. കീവേഡ് പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസ്. എന്താണ് പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസ്? ഇതാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഫോർ ദെയർ ഡിസ്കവറീസ് കൺസേണിങ് പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രൺകോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി. ഷിമോൺ സക്കാഗുച്ചി. ഇവർ 3 പേർക്കാണ് ഫിസിയോളജി അഥവാ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡ് ലഭിക്കുന്നത്. ഇനി എന്താണ് ഈ പെരിഫറൽ ഇമ്മ്യൂൺ സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് ഇവർ പഠിച്ച കാര്യം? നോക്കൂ, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു പാത്തോജൻ കയറിയാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആവും അല്ലേ? നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും അല്ലേ? എന്ത് ചെയ്യും? ഈ കൃത്യമായിട്ടുള്ള ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇമ്മ്യൂൺ സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഇവയെ എന്ത് ചെയ്യും? എതിർക്കാനായിട്ട് ശ്രമിക്കും. ഇനി സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ചില സമയങ്ങളിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഫോറിൻ ബോഡിയെ ആക്രമിക്കുന്നതിന് പകരം നമ്മളുടെ തന്നെ സെൽഫിനെ എന്ത് ചെയ്യും? നമ്മളുടെ തന്നെ ബോഡിയിലെ ഇടങ്ങളെ ആക്രമിക്കാൻ തുടങ്ങും. ഇത്തരം കാര്യങ്ങളാണ് ഏത് അസുഖമായിട്ട് അറിയപ്പെടുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം പുറത്തു നിന്ന് വരുന്ന ആളെ അറ്റാക്ക് ചെയ്യുന്നത് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? സ്വയമേവ അറ്റാക്ക് ചെയ്യും, സ്വന്തം ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമാണ്. ഇവരെന്ത് ചെയ്തു? പഠിക്കുകയാണ് ഇതിനെക്കുറിച്ച്. എന്നിട്ട് മനസ്സിലാക്കി there are some cells called regulatory T cells. ഇത് ഓർത്ത് വെക്കണേ, റെഗുലേറ്ററി T cells എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക പേരിൽ കൂടി നിങ്ങൾ ചിലപ്പോൾ കേൾക്കാം, ടി റെക്സ് എന്ന പേരിലും കേൾക്കാം. ടി റെക്സ്, REGS, ടി റെക്സ് എന്ന പേരിലും ഇതിനെ കേൾക്കാം നിങ്ങൾ. ഈ ടി റെക്സ് എന്ന് പറയുന്നത് എന്താണ്? ടി റെക്സ് അല്ലെങ്കിൽ എന്താണ് ടി സെൽസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവ എന്ത് ചെയ്യും അറിയോ? ഇവ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയുള്ള, അതായത് സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ത് ചെയ്യും? അത് കുറയ്ക്കും. ടി സെൽസിനെ ഞാൻ അത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. ടി സെല്ലുകളിൽ കൃത്യമായിട്ട് കൃത്യമായി എവിടെ അറ്റാക്ക് ചെയ്യണം എന്നതിനെയൊക്കെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഫംഗ്ഷൻസ് ആണ് ഇവയ്ക്കുള്ളത്. അപ്പൊ ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു കീ ജീനും ഇവർ കണ്ടുപിടിച്ചു. ദർ ഇസ് എ വെരി കീ ജീൻ ഫോർ ദിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ജീൻ ഉണ്ട്. ഇത് ഓർത്ത് വെച്ചോളൂ. എന്താണ്? FOXP3 എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏതാണ്? FOXP3 എന്ന് പറയുന്ന ഒരു കീ ജീൻ ഉണ്ട്. ഈ കീ ജീന് ഈ ടി സെല്ലുകളുടെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ കീ ജീൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? ഈ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഈ റെഗുലേറ്ററി ടി സെല്ലുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് അനാവശ്യമായ സ്ഥലങ്ങളെ അറ്റാക്ക് ചെയ്യാണ്ട് പോയിന്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത്. അഥവാ ടി റെക്സ് എന്ന പേരും ഓർത്ത് വെക്കാനായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ടി റെക്സ് മറ്റേ ഡൈനോസർ അല്ല, ടി റെക്സ്. ഓക്കെ, REGS. ഓക്കെ, ഇനി ഒരു കീ ജീൻ ഉള്ളത് FOXP3 എന്ന് പറയുന്നതാണ്. ഈ ജീൻ എന്ത് ചെയ്യുന്നു? ഇവയുടെ ഫങ്ഷനെ പ്രോപ്പർ ആക്കുന്നു. മനസ്സിലാണ്ടോ? ഈ ടി സെല്ലുകളുടെ ഫങ്ഷനെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ടി സെൽസിന് ഈ ജീൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? എന്താകാണ്? ഈ ടി സെൽസ് ഉണ്ടെങ്കിൽ സ്വയം അറ്റാക്ക് ചെയ്യൽ എന്ത് ചെയ്യും? കുറയും അല്ലെ? അതിനെന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ
ഇവരുടെ പഠനം മൊത്തം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ എളുപ്പത്തിൽ എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ടു ഡയഗ്നോസ് ബെറ്റർ ആൻഡ് ഇതിനു വേണ്ട ക്യൂർ ഇനി കണ്ടുപിടിക്കാനായിട്ടും ഇതെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ലോകത്തിന് ഇത് നൽകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസ് അതായത് എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ഉള്ളിൽ നോക്കൂ, ഈ പുറത്തുനിന്ന് വരുന്ന ആളെ തിരിച്ചറിയണം കൃത്യമായിട്ട് അല്ലേ. പുറത്തുനിന്ന് വരുന്നതും എന്താണ്, ഒരു പദാർത്ഥം, ഒരു കണിക തന്നെയാണ്. അപ്പൊ ഇത് പുറത്തുനിന്നുള്ള കണികയാണ്, നമ്മുടെ കണികയല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെ? മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ ഇത് അറ്റാക്ക് ചെയ്യാണ്ട് സാധാരണഗതിയിൽ ടോളറൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു ഈ പെരിഫെറൽ ഇമ്മ്യൂൺ ടോളറൻസിലൂടെ ഇവർ ചെയ്തിട്ടുണ്ടായത്. മനസ്സിലായല്ലോ? സോ ഫിസിയോളജിയിലും മെഡിസിനിലും എന്താണ് അവാർഡ് കിട്ടാൻ കാരണമെന്നും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്? ഓക്കെ. ഇനി ചെറിയ 2 ഭാഗങ്ങൾ കൂടിയേ ഉള്ളൂ. നൊബേൽ പീസ് പ്രൈസ്. പക്ഷേ ചോദ്യം വരാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ് അല്ലെ. പ്രത്യേകിച്ച് ന്യൂസിലുണ്ടായിരുന്നു അല്ലെ, ട്രംപ് എനിക്ക് അവാർഡ് കിട്ടും അവാർഡ് തരണം എന്ന് വെച്ചാൽ മൊത്തം ഓടി നടക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ട്രംപിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പം മരിയ കോറിന മച്ചാഡോ, ആരാണ്? മരിയ കോറിന മച്ചാഡോ ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും ചിലപ്പോൾ തെറ്റുണ്ടാവാം, അത് ഒരു സൗത്ത് അമേരിക്കൻ വെനൻസുവേലൻ ആണ്. ആരാണ് ഇവർ? വെനൻസുവേലയിലുള്ള പ്രതിപക്ഷ നേതാവാണ് ആര്? മരിയ കോറിന മച്ചാഡോ എന്ന് പറയുന്ന ഈ വ്യക്തി. വെനൻസുവേല, മറ്റൊരു പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ആരാണ്? വെനസ്വേലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് ഓർത്ത് വെക്കുക. ആരാണ് വെനസ്വേലയുടെ പ്രസിഡന്റ്? വെനസ്വേലൻ പ്രസിഡന്റ് ആരാണ് നിലവിലുള്ളത്? നിക്കോളാസ് മഡൂറോ. ആരാണ്? നിക്കോളാസ് മഡൂറോ. അപ്പോൾ നിക്കോളാസ് മഡൂറോ ഏതാണ്ട് 2013 മുതൽ, എപ്പോഴാണ്? നിക്കോളാസ് മഡൂറോ ഏതാണ്ട് 2013 മുതൽ ഇവിടുത്തെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റ് ആയിട്ടാണ് ഇവിടെ ഭരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം എങ്ങനെയാണ് ഭരിക്കുന്നത്? ഒരു ഓട്ടോക്രാറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ അമേരിക്ക എതിർക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അമേരിക്ക, USA ആർക്കെതിരാണ്? USA ഈ നിക്കോളാസ് മഡൂറോക്കെതിരാണ്. ഈ അടുത്തൊക്കെ വെനസ്വേലയുമായിട്ട് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഇറാഖില് അല്ലേ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ USA പോകാൻ കാരണം എന്താ? ഓയിൽ അല്ലേ. ഈ ഓയിൽ റിച്ച് ആണ് വെനസ്വേല. മനസ്സിലാവുന്നുണ്ടോ? വേൾഡിലെ ലാർജസ്റ്റ് പ്രൂവൻ ഓയിൽ റിസർവുകൾ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ എപ്പോഴും ഓയിൽ എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് മാത്രമേ നോക്കുള്ളൂ അല്ലേ. സൗത്ത് അമേരിക്കയൊന്നും നമ്മൾ ആലോചിക്കാറില്ല. പക്ഷെ സൗത്ത് അമേരിക്കയുടെ മുകളിൽ കിടക്കുന്ന വെനസ്വേല ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് വേൾഡിൽ. എൻ്റെ ഓർമ്മ ശരിയാൽ ലാർജസ്റ്റ് പ്രൂവൺ ഓയിൽ റിസർവുകൾ ഉള്ളൊരു സ്ഥലം ഏതാണ്? വെനസ്വേലയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്കയ്ക്ക് നല്ല കണ്ണുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അമേരിക്ക എന്ത് ചെയ്യും? അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ അവിടെ വലിയ എന്താണ് ജനാധിപത്യ വിധ്വംസകനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മരിയ കൊറീന മച്ചാഡോന് ഉൾപ്പെടെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? USA ആണ്. പിന്നെ അവിടുത്തെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ വെനസ്വേലയുടെ ഈ സിറ്റുവേഷനും കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇദ്ദേഹം നിക്കോളാസ് മഡൂറോ എന്താണ് 2013 മുതൽ പ്രസിഡന്റാണ്. അതുകൊണ്ട് മൂപ്പര് ജനാധിപത്യവാദിയൊന്നും അല്ലാതെ നമുക്ക് ഓൾറെഡി വ്യക്തമാണ്. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിച്ചൊന്നുമല്ല. പക്ഷെ എന്താണ്, ന്യൂസിന്റെ എല്ലാ ആസ്പെക്റ്റും ഓർത്തു വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിനെതിരായിട്ട്, ഈ പ്രസിഡന്റിനെതിരായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോൾ പൊരുതുന്ന മരിയ കോറിന മച്ചാഡോ വെനസ്വേലയുടെ പ്രതിപക്ഷ നിരയിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന തലത്തിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ്. ഓക്കെ ഉള്ളൂ. അപ്പൊ ഡിക്റ്റേറ്റർഷിപ്പ് ടു ഡെമോക്രസി, വെനസ്വേലയെ പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് മരിയ കോറിന മച്ചാഡോ. അവര് സായുധമായിട്ടുള്ള വിപ്ലവത്തിനൊന്നുമല്ല പറയുന്നത്. പകരം എന്താണ്, അദ്ദേഹം പ്രതിപക്ഷത്തിലെ എല്ലാ ആളുകളെയും പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോയിട്ട് ഇവരെ ജനാധിപത്യപരമായിട്ട് ഇദ്ദേഹത്തിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് വെനസ്വേലക്കാരിയായിട്ടുള്ള മരിയ കോറിന മച്ചാഡോയ്ക്ക് ഇത്തവണത്തെ നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചത്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ് എന്ന് എന്ത് ചെയ്യുകയാണ്, അത് വിശ്വസിക്കുകയാണ്. റൈറ്റ്. അടുത്ത ഭാഗത്തേക്ക് പോവാം. അവസാനത്തെ അവാർഡ് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. 2025. നോക്കൂ എന്തൊക്കെയാ അവിടെ പറയുന്നത്. ആദ്യം പേരാലോചിക്കുക. ലാസ്ലോ ക്രിസ്നഹോർക്കെ. ആരാണ്? ലാസ്ലോ ക്രിസ്നഹോർക്കെക്കാണ് അവാർഡ്. ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ആരാണ്?
ഹംഗേറിയൻ എഴുത്തുകാരനാണ്. മനസ്സിലാവുണ്ടോ? ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഓക്കെ, ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ കൃത്യമായിട്ട്. ഹംഗേറിയയിലെ രണ്ടാമത്തെ ആളാണ്. ഹംഗേറിയയിലേക്ക് നൊബേൽ എന്താ പറയുക ലിറ്ററേച്ചർ അവാർഡ് പോകുന്നത് രണ്ടാമത്തെ തവണയാണ്. ആദ്യം ഇംറെ കെർട്ടസ് എന്ന് പറയും. ആരാണ്? ഇംറെ കെർട്ടസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് 2002 ഇതിനു മുമ്പ് അവാർഡ് കിട്ടിയിരുന്നു. ഇത് രണ്ടാമത്തെ ആളാണ് ഹംഗേറിയൻ ആയിട്ടുള്ള ഇദ്ദേഹം. ലാസ്ലോ ക്രിസ്നഹോർക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ പറഞ്ഞിട്ട് ഫോർ ഹിസ് കമ്പല്ലിംഗ് ആൻഡ് വിഷണറി ഓവർ ദാറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അപ്പോകലിപ്റ്റിക് അപ്പോകലിപ്റ്റിക് ടെറർ റീഅഫേംസ് ദ പവർ ഓഫ് ആർട്ട്. അതായത് ചുറ്റും നടക്കുന്ന ഒരുപാട് ഇഷ്യൂസിന്റെ വാറ് ഇഷ്യൂസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എതിരായിട്ട് ഒരു വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ആളുകൾക്ക് ഒരു റീഅഷുറൻസ് കൊടുക്കുന്ന തലത്തിലുള്ള രചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില രചനകൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടുമ്പോൾ ആ ആളുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ അവരുടെ രചനകൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ തവണ PSC 2-3 തവണ ചോദിച്ചു, ഇപ്രാവശ്യം നമ്മൾ പഠിപ്പിക്കും. അതുകൊണ്ട് ചിലപ്പോൾ PSC ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചോദിക്കേണ്ട എന്ന് വെക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് 2015 മാൻ ബുക്കർ ഇന്റർനാഷണൽ അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സാറ്റാൻ ടാങ്കോ എന്നാണ്. എന്താണ് സാറ്റാൻ ടാങ്കോ? ഫസ്റ്റ് ബുക്ക് മനസ്സിലായല്ലോ. അടുത്തത് ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ്. ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് സേബോ ദെർബിലോ എന്നാണ് അടുത്തത്. ഏതാണ്? SEIBO സേബോ ദെർബിലോ. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ദ പ്രിസണർ ഓഫ് ഉർഗ. ദ പ്രിസണർ ഓഫ് ഉർഗ. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോറോ ബിനീത്ത് ദ ഹെവൻസ്. ഡിസ്ട്രക്ഷൻ ആൻഡ് സോറോ ബിനീത്ത് ദ ഹെവൻസ്. അടുത്തത് വാർ ആൻഡ് വാർ. ഈ പുസ്തകങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. നമ്മൾ ഏതെങ്കിലും പുസ്തകങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, താഴെയുള്ള കമൻറ്റ് സെക്ഷനിലും മറ്റുമായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 2025 നൊബേൽ സമ്മാനങ്ങൾ. ഓൾറെഡി വിചാരിച്ചതിലും വലിയൊരു ക്ലാസ്സായി മാറിയതുകൊണ്ട് ഞാൻ ഇനി ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു PDF നമ്മുടെ അക്കാഡമിക്സ് PSC ചാനലിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരെണ്ണം അപ്ലോഡ് ചെയ്യാം. അതായത് നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ക്വിസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ അക്കാഡമിക്സ് PSC ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. സോ ദാറ്റ് PSC മോഡലിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു ക്വിസ് നമ്മൾ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യാം, അവൈലബിൾ ആക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വിസ് അറ്റൻഡ് ചെയ്ത് എക്സ്ട്രാ ഇൻഫർമേഷനും കൂടി മനസ്സിലാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ക്വിസ് എഴുതി അവസാനിപ്പിച്ച് ഇപ്രാവശ്യത്തെ നൊബേൽ 2025 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങ് കൃത്യമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കൂട്ടിമുട്ടാം, പഠിച്ച് വൃത്തിയായി വരുന്ന ഡിഗ്രി തലത്തിലും മറ്റുമുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു എവരിവൺ.